ഓരോ വർഷവും ധാരാളം സ്റ്റുഡൻസ് പല പല കോഴ്സസ് കഴിഞ്ഞ് പാസ് ഔട്ട് ആയിട്ട് കോളേജിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അവർക്കെല്ലാം കൂടെ കൊടുക്കാനുള്ള ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലില്ല. എന്നാൽ അവിടെ എല്ലാം കോമ്പീറ്റന്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട്. അവർ തീർച്ചയായിട്ടും പേഴ്സണൽ സ്കിൽസ് ഉള്ള ആളുകളായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ച് നമ്മൾ നല്ല മാർക്കെല്ലാം വാങ്ങും. എന്നാൽ പല ഇന്റർവ്യൂവേഴ്സും അല്ലെങ്കിൽ പല എംപ്ലോയ്മെന്റിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത്, നമ്മുടെ മാർക്കിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ സ്കിൽസിനാണ്. നിങ്ങളൊരു ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതായത് നിങ്ങളുടെ സിലബസിലുള്ള പേപ്പർ അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അല്ലാതെ വേറെ എന്തെല്ലാം സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട സ്കിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും കഴിയും. അവിടെ തന്നെ നല്ലൊരു പോയിന്റ് നമുക്ക് കിട്ടാം. അതായത് നമ്മളോട് ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവരോട് അതേ ലാംഗ്വേജിൽ ഉത്തരം പറയാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ പകുതി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. അതായത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എല്ലാം തന്നെ ആൻസർ ചെയ്തോളണമെന്നൊന്നും നിർബന്ധമില്ല. അവർ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മളുടെ നോളേജിനെ മാത്രമല്ല മെഷർ ചെയ്യുന്നത്, നമ്മുടെ സ്കില്ലിനെ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് അതേ രീതിയിൽ അതേ ലാംഗ്വേജിൽ മറുപടി കൊടുക്കാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എസ്പെഷ്യലി ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് തീർച്ചയായിട്ടും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഡിജിറ്റൽ ആയിട്ടുള്ള സ്കില്ലുകൾ. അതായത് ഡിജിറ്റൽ AI യുഗമാണ്. ഏതൊരു ഇതിലേക്ക് പോവാണ്, ഏതൊരു ഫീൽഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും തീർച്ചയായിട്ടും ഡിജിറ്റലി ടെക്നോളജീസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നോളേജസ് നിങ്ങൾ തീർച്ചയായിട്ടും കരസ്ഥമാക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ഓൺ കോഴ്സസ് ഒക്കെ ഓൺലൈൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങളുടെ മാർക്കിന് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കോഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് കാണിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. മാത്രമല്ല ബേസിക് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് കിട്ടുന്നത് വഴി AI പോലെയുള്ള കോഴ്സസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റുള്ള കോഴ്സസ് ഒക്കെ ഏത് ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കോഴ്സസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് ഈ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്ത ഒരു ജോബിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു ബേസിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള എൻട്രി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്നുള്ളത്. അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ഏതായാലും അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കുക. സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഔട്ട് ഓഫ് ദ ബോക്സ് പല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മോസ്റ്റ്ലി പല ഇന്റർവ്യൂസിന് ചെല്ലുമ്പോൾ അവർ ചില കേസ് സ്റ്റഡീസ് ഒക്കെ നിങ്ങൾക്ക് തരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് നിങ്ങളുടെ സ്കിൽസ് അവർക്ക് മെഷർ ചെയ്യാൻ കഴിയും. സോ അതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവമാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് സ്കില്ല്. അതായത് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ലൈഫിൽ തന്നെ നിങ്ങൾ ഒരു ഡിസിപ്ലിൻഡ് ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക. ആ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഓഫീസിൽ പോകുന്ന വരുന്ന സമയങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ കോളേജിലെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. പേഴ്സണൽ ലൈഫിൽ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ലേണിംഗ് സ്കില്ല്, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി. ഞാൻ സാധാരണ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ്, പലരും ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വേണം പഠനം നിർത്താൻ എന്ന് പറയും. അത് തീർത്തും മണ്ടത്തരമാണ്. അതായത് ഏതൊരു കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഏതൊരു ജോബിൽ കയറിയായാലും ആ ജോബിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് പല കോഴ്സസ് അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഏതൊരു കോഴ്സ് ചെയ്ത് നിങ്ങൾ ഇറങ്ങി ജോലി കിട്ടിയാലും വീണ്ടും നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടീമിനോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്. എല്ലാവർക്കും ഒരു ടീമിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും മാറി നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിരിക്കേണ്ടി വന്നാലും അവരോട് നല്ല രീതിയിൽ നമുക്ക് പെരുമാറാനും അവരുടെ കൂടെ നന്നായിട്ട് അവരുടെ ആ ടീം വർക്ക് നടത്താനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളൊന്ന് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതായത് കോൺഫ്ലിക്ട്സ് കുറക്കാനൊക്കെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അത് നമുക്ക് ഭാവിയിൽ നമ്മൾ ഓഫീസിലെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഓഫീസിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കരിയർ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത്. അതായത് കരിയർ സ്പെസിഫിക് സ്കിൽസ് ഇൻ ദ സെൻസ് ഇപ്പൊ നിങ്ങൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാലി, അതുപോലെ തന്നെ സാപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കുക, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കുക. ജസ്റ്റ് ലൈക്ക് ഏത് കോഴ്സ് ആണോ നമ്മൾ അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷൻ ആണോ നമുക്കുള്ളത് അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സ്ട്രാ കോഴ്സസിന്റെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കയ്യിൽ കരുതി വെക്കാൻ ശ്രമിക്കുക. കയ്യിൽ കരുതി വെക്കാൻ മീൻസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രസന്റേഷൻ സ്കില്ല്. ഏതൊരു ജോബ് ആയാലും നമുക്ക് പബ്ലിക്
പബ്ലിക് സ്പീക്കിങ്ങും പ്രസന്റേഷൻ സ്കില്ലും വളരെയധികം മാൻഡേറ്ററി ആണ്. അതായത് ഒരു കാര്യം മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ഫിയറും കൂടാതെ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കണം. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ നമ്മളെ സഹായിക്കും. ഇൻ കൺക്ലൂഷൻ, നമ്മുടെ മാർക്കിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിൽസ് ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. മാർക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിൽസ് എന്നുള്ളത്. സോ പ്ലീസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഡെവലപ്പ് യുവർ പേഴ്സണൽ സ്കിൽസ്. താങ്ക് യു.